ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻ ബിഗ് ബോസ് ജേതാവ് ജിൻഡോ, സിനിമാ മേഖലയിലെ നിർമ്മാണ സഹായി ജോഷി എന്നിവർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതി തസ്ലീമ സുൽത്താനയുമായി ഇരുവർക്കുമുള്ള ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ. ഇന്നലെ വിളിച്ചു വരുത്തിയ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരുമായി ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിലും ആലപ്പുഴയിലെ കഞ്ചാവ് കേസിൽ നിലവിൽ ഇരുവർക്കും ബന്ധമില്ലെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി നടന്മാരെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ശരണ്യ സ്നേഹജൻ ചെയ്തു. ശരണ്യ, പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഇരുവർക്കും ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ബന്ധമില്ല. അതായത് ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു അന്വേഷണ സംഘം എന്ന് അതിനകത്തുണ്ടോ? ഈ തുടർ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് അത് ഏത് തരത്തിൽ കൂടിയായിരിക്കും? എങ്ങോട്ടാണ് ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പോകുന്നത്? അപർണ, ഇന്നലെ രാവിലെ മുതൽ 10 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലായിരുന്നു ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യൽ, അതായത് എക്സൈസ് ഓഫീസിൽ ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെത്തി ഷൈൻ ടോം ചാക്കോയൊക്കെ അവസാനം 5 മണിക്കൂർ കാത്തിരുന്ന് ക്ഷുഭിതനാകുന്ന ഘട്ടം വരെ എത്തി എന്നുള്ളതാണ്. ശ്രീനാഥ് ഭാസി ഉച്ചയോടുകൂടി എക്സൈസ് ഓഫീസിന്റെ ബെഞ്ചിൽ കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യുന്നത് പോലും രാവിലെ 7:45 കഴിഞ്ഞ് എത്തിയ ശ്രീനാഥ് ഭാസിയെ വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് ചോദ്യം ചെയ്യാൻ പോലും തുടങ്ങിയത്. അത്തരത്തിൽ എക്സൈസ് പരമാവധി ഇവരെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ്. അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചോദ്യം ചെയ്യലിൽ എത്തിയ 3 പേരും തന്നെ കൃത്യമായൊരു പ്ലാനിങ്ങിൽ വന്നു എന്നുള്ളൊരു വിലയിരുത്തൽ എക്സൈസിനുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചോദ്യം ചെയ്ത് ഏറ്റവും അധികം സമയം ചോദ്യം ചെയ്തത് തസ്ലീമയുടെ അടുത്ത സുഹൃത്തായ സൗമ്യയാണ്. സൗമ്യ ഈ സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകളും ഒപ്പം തന്നെ പെൺവാണിഭ ഇടപാടുകളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ ഇടപാടുകൾ നടത്തുന്ന ആളാണ്. റിയൽ മീറ്റ് എന്ന പേരിലാണ് ഇവരെ പെൺവാണിഭ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടത്തുന്ന ഒരാൾ ഇവരുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വെച്ചായിരുന്നു ഏറ്റവും കൂടുതലായി ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ആയുള്ള ഇടപാടുകൾ സംബന്ധിച്ച്, അതായത് പലതവണ ഇവർക്ക് പണം കൈമാറിയിട്ടുള്ളതായിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എക്സൈസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 35,000 മുതൽ ചെറിയ തുക വരെയുള്ള പല ഘട്ടങ്ങളിലായി നൽകിയിട്ടുള്ള തുകയുടെ കണക്കുകൾ ആണ് 120 പേജോളം വരുന്ന തുകയുടെ കണക്കുകൾ വെച്ചായിരുന്നു പരിശോധിച്ചത്. ഈ ഇടപാടുകൾ പലതിലും എന്താണ് സംഭവിച്ചെന്നുള്ള ചോദ്യത്തിന് അത് ഇത്തരത്തിൽ പെൺവാണിഭ ഇടപാടുകളാണ്, സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് എന്നുള്ള നിലപാടിൽ ഈ നടന്മാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. സൗമ്യയും അത്തരത്തിലുള്ള ഇടപാടുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ചെറിയ തുകകൾ, അതായത് ഈ 35,000 25,000 അല്ലാതെ ചെറിയ തുകകൾ വന്നിട്ടുണ്ട്. അത് ലഹരി വിൽപ്പന നടത്തിയതല്ലേ എന്നുള്ള ചോദ്യത്തിന് അല്ല, മറിച്ച് സ്ത്രീകളെ എത്തിച്ചു നൽകിയതിന്റെ കമ്മീഷൻ കിട്ടിയതാണ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതിനകത്താണ് കുറെ കൂടെ വ്യക്തത അന്വേഷണ സംഘത്തിന് ഇനിയും വരുത്തേണ്ടതുണ്ട്. ഒരു ഘട്ടത്തിൽ ഇവർ സൗമ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്താമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. പിന്നീട് ആ തീരുമാനം മാറ്റി, അതായത് കുറച്ചുകൂടി ബലവത്തായ തെളിവുകൾ ശേഖരിച്ച ശേഷം സൗമ്യയെ വീണ്ടും ചോദ്യം ചെയ്ത് അത്തരമൊരു നിയമ നടപടിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ചോദ്യം ചെയ്യലിനിടയിൽ ഷൈൻ പലതവണ താൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ കഞ്ചാവ് ഉപയോഗിച്ചിട്ട് വർഷങ്ങളായി എന്നുള്ളതാണ് എക്സൈസിന് മൊഴി നൽകിയത്. മെറ്റാഫെറ്റമിൻ എന്ന രാസ് ലഹരിയാണ് താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്ക് അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടണമെന്ന്, ലഹരി ഉപയോഗത്തിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹമുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ശ്രീനാഥ് ഭാസി കഞ്ചാവ് വാങ്ങി എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. അതായത് ഇവരുമായി ഉള്ള വാട്സപ്പ് ചാറ്റും ഈ ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും വെച്ചിട്ട് കഞ്ചാവിന് തന്നെയാണ് താൻ പണം നൽകിയത് എന്നുള്ള കാര്യം ശ്രീനാഥ് ഭാസി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ സമ്മതിക്കുമ്പോൾ പോലും ഇവരുമായുള്ള മറ്റ് കൂടുതൽ ഇടപാടുകൾ, അതായത് ഈ ആലപ്പുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് ഹൈബ്രിഡ് കഞ്ചാവ് വാങ്ങിയിട്ടുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് അന്ന് കൊണ്ടുവന്ന ഈ കേസിനകത്ത് ഇടപെടലുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് അവരാരും തന്നെ എക്സൈസിനോട് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതിന്റെ ഒരു ആദ്യഘട്ട ചോദ്യം ചെയ്യൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പെൺവാണിഭ ഇടപാടുകളാണ് ഈ സ്ത്രീകളുമായി, അതായത് തസ്ലീമയായിട്ടും സൗമ്യയുമായിട്ടും ഉള്ളത് എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഈ നടന്മാർ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി വാട്സപ്പ് ചാറ്റുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ശ്രീനാഥ് ഭാസിക്ക് താൻ പണം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം എക്സൈസിനോട് സ്ഥിരീകരിക്കേണ്ടത്. പക്ഷെ അതൊക്കെ തന്നെയും ഈ കേസിലേക്ക് ഇവരെ ഉൾപ്പെടുത്താൻ കഴിയുന്ന തെളിവുകളല്ല എന്നുള്ളതാണ്. അതിനകത്ത് ഇനിയും, അതായത് 10 മണിക്കൂർ നീണ്ടുന്ന ചോദ്യം ചെയ്യലിന് ശേഷം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ വ്യക്തമാക്കിയത്
സൗമ്യ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ പുതിയ ചലച്ചിത്ര താരങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സൗമ്യ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം അവരുടെ പേരുകൾ പറയാനോ പുതിയ നടന്മാരുടെ പേരുകൾ വ്യക്തമാക്കാനോ കഴിയില്ല. അതിലും ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവർ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം ശരിയാണ് എന്നുള്ളത് വിലയിരുത്തിയ ശേഷമേ സിനിമാ രംഗത്ത് ഇതിനകത്ത് കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് പറയാനാകൂ എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോഴും അസിസ്റ്റന്റ് കമ്മീഷണർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കേസിൽ ഇനിയും സംശയ ദൂരീകരണം നടത്തേണ്ടതായുണ്ട്. അത്തരത്തിലൊരു സംശയ ദൂരീകരണം നടത്തേണ്ട ഘട്ടത്തിൽ ഇവർ ഈ നടന്മാരെ സംബന്ധിച്ച് മറ്റ് സംശയങ്ങൾ എക്സൈസിന് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അവരെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ എക്സൈസ് ഇന്നലെ ഷൈൻ ടോം ചാക്കോയെ തൊടുപുഴയിലെ സേക്രഡ് ഹാർട്സ് എന്നുള്ള ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. എക്സൈസിന്റെ മോണിറ്ററിംഗിൽ തന്നെയാണ് ഷൈൻ ടോം ചാക്കോ അവിടെ ഉണ്ടാവുക. ചികിത്സയ്ക്ക് വേണ്ടിയാണ് മാറ്റിയത്. പക്ഷേ അങ്ങനെ ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ തന്നെ ചെറിയ ക്വാണ്ടിറ്റി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഷൈൻ ടോം ചാക്കോയുമായുള്ള കേസുകളിൽ ഇളവുണ്ടാകും എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ ദിവസത്തെ ചോദ്യം ചെയ്യലാണ്. അതിൽ ബിഗ് ബോസ് താരമായ ജിൻഡോയും ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ നിർമ്മാണ സഹായിയായ ജോഷിയുമാണ് ചോദ്യം ചെയ്യുക. ജിൻഡോയുമായി പണമിടപാടുകൾ ഇവർ നടത്തിയിരുന്നു. ഇവരൊക്കെ എല്ലാവർക്കും സൗമ്യയുമായി ദീർഘകാലത്തെ പണമിടപാടുകളുണ്ട്. അത് ഈ സൗമ്യ പറഞ്ഞൊഴിയുന്നത് നിയമപരമായി പ്രശ്നമില്ലാത്ത പെൺവാണിഭ ഇടപാടുകൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ലഹരി ഇടപാടുകൾ നടന്നു എന്ന് തന്നെയാണ് എക്സൈസ് വിശ്വസിക്കുന്നത്. പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ തെളിവുകളിലേക്ക് കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് അന്വേഷണ സംഘത്തിന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നിലവിൽ ഇവരെ കണക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് എക്സൈസ് പറയുന്നത്. അപർണ. ശരണ്യ സ്നേഹിജൻ ആണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട്. ഇതിനിടെ